കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നമസ്കാരം. സി കേരളത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകളോടെ നമുക്ക് തുടങ്ങാം. നമ്മുടെ നാടിനെ അറിയുന്നവരാണ് നമ്മൾ, നമ്മുടെ നാട്ടുകാരെ അറിയുന്നവരാണ് നമ്മൾ. നമ്മുടെ നാടിന്റെ തനിമ ഒട്ടും ചോരാതെ നമ്മുടെ ഈ വേദിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പുതുവത്സരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതിന് മാറ്റുകൂട്ടാനാണ് ഇത്രയും കലാകാരന്മാർ നമ്മളോട് കൂടെ ഇവിടെ ചേർന്നിട്ടുള്ളത്. അവർക്കൊരു ഗംഭീര കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. പുതുവത്സരം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ പലപ്പോഴും ആ ഒരു വെസ്റ്റേൺ കൾച്ചറാണ് നമ്മുടെ ഇങ്ങോട്ടേക്കും കൊണ്ടുവരാൻ ശ്രമിക്കാറുള്ളത്. പക്ഷെ നമ്മുടെ നാടിന്റെ തനിമയുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു പുതുവത്സര ആഘോഷം നടത്തിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അപ്പൊ ആ ഒരു ചിന്തയിലാണ് നമ്മുടെ ഈ വേദിയിൽ ഇതൊക്കെ നമ്മൾ പുനരാവിഷ്കരിക്കാൻ പോകുന്നത്. മാത്രമല്ല, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റൗണ്ടുകളും പ്രത്യേകതയുള്ളതാണ്. ഇന്ന് നമുക്ക് ഇവിടെ നടക്കാൻ പോകുന്നത് വില്ലേജ് റൗണ്ടുകളാണ്. ജോൺ ചേട്ടാ, നിത്യ, നിങ്ങൾ പ്രത്യേകം കേൾക്കണം. നമ്മുടെ കുറേ നൊസ്റ്റാൾജിയാസ് ഉണ്ടല്ലോ. എത്രയൊക്കെ കാലം കടന്നു പോയി കഴിഞ്ഞാലും മലയാളികൾക്ക് ഈ നൊസ്റ്റാൾജിയ വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല അല്ലെ. അപ്പം നമ്മുടെ ഈ ഒരു മലയാളിത്തം, നമ്മുടെ നാട്ടുംപുറത്തിലെ കുറെ ഓർമ്മകൾ അത് വീണ്ടും ഈ വേദിയിലേക്ക് കൊണ്ടുവരാൻ പോവാണ് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് കുറച്ച് സമയത്തേക്ക്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? യെസ്. വിത്ത് ദാറ്റ് നോട്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിന് ഇവിടെ തുടക്കം കുറിക്കാം. ഇത് ക്യാമറി ഐസ്ക്രീം ലവ് ഹാസ് മെനി ഫ്ലേവേഴ്സ് ആൻഡ് ഈസ്റ്റി കോ പ്രസൻസ്. ഞാനും എന്റെ ആളും കോ പവേർഡ് ബൈ പൂജ രാഗിനി, പാലേജി,
and cosmetic partner Dazzler Rated Our Way to Stardom. നമ്മളൊരു ഗംഭീര തുടക്കം തന്നെ ആയിരുന്നല്ലേ, ഒരു അസാധ്യ പെർഫോമൻസ് കണ്ടുകൊണ്ടുള്ള തുടക്കമായിരുന്നു. അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ ഒരു ന്യൂ ഇയർ എപ്പിസോഡൊക്കെ ആയതുകൊണ്ട് ഇതിന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിന് പറ്റിയ ഗസ്റ്റുകൾ വേണം അല്ലേ. അപ്പൊ ന്യൂ ഇയർ എന്നൊക്കെ പറയുമ്പോൾ മിക്കവാറും നമ്മുടെ നാട്ടിലൊരു വെടിക്കെട്ട് ഉണ്ടാവാറുണ്ട് അല്ലേ. ആ 12 മണിയാകുമ്പോൾ കേൾക്കുന്ന ഒരു വെടിക്കെട്ടില്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഫ്ലോറിലേക്ക് ഇന്ന് ഇവിടെ ഒരു വെടിക്കെട്ട് നടത്താൻ പറ്റിയ 2 ആൾക്കാരെ വേണം കൊണ്ടുവരാൻ. യെസ്, മലയാള സിനിമ ഒരുപാട് സൂപ്പർ ഹിറ്റ് കോംബോസ് കണ്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് അത്തരം ഒരു കോംബോയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മലയാളികളുടെയും മനസ്സിൽ വരുന്ന ഈ 2 സുഹൃത്തുക്കളാണ് ഇന്ന് നമ്മുടെ വേദിയിലേക്ക് അതിഥികളായിട്ട് എത്താൻ പോകുന്നത്. സോ സ്നേഹപൂർവ്വം നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ദി സൂപ്പർ ടാലന്റഡ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആൻഡ് ബിബിൻ ജോർജ്. நட்சத்திரமே அந்த பூவானம் உனக்குதானே മിന്ന മിന്നിക്കും കാലം വന്നാൽ നീലാകാശത്തെ മായാ നക്ഷത്ര കാവിൽ മിന്നാമെടാ. അയ്യോ സഹോ നീ പോരിക്കടാ. മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടിറസാത്തി ആസപ്പെട്ടൊരു ഭോഗമെത്തിയടേ. നാടൻ പാട്ട് തപ്പാങ്കുതി കൊണ്ടാട്ടമാണിന്നടാ. മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടിറസാത്തി ആസപ്പെട്ടൊരു ഭോഗമെത്തിയടേ. വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. അതെ, ഹാപ്പി ന്യൂ ഇയർ. പുതുവത്സരാശംസകൾ. നാടൻ നാടൻ ഞങ്ങൾ ഇവിടെ മൊത്തത്തിൽ ഇന്നും നാടനാക്കാനുള്ള പരിപാടിയാണ്. അപ്പോ വെടിക്കെട്ടിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അവിടെ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. എനിക്ക് വേണമെങ്കിൽ നമ്മള് അമർ അക്ബർ എന്നോണി വന്ന സമയം തൊട്ട് ഇതുപോലെ സ്റ്റേജിൽ നിന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടല്ലേ. അത് കഴിഞ്ഞിട്ട് എത്ര സിനിമകളാണ്. ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളുടെ ആ ഒരു ഗ്രോത്ത് കാണുമ്പോൾ, നിങ്ങൾ ഇപ്പോഴും ഒരുമിച്ച് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ. ഞങ്ങളുടെ ആദ്യ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് തുടങ്ങി അന്ന് മുതൽ അല്ലേ നമ്മൾ അതെ, ഒരുമിച്ച് അതെ, ഇതേപോലെ പല Stage ഷോയിലും ല്. ഗ്ലാമർ കൂടിയെന്നല്ലാണ്ട് വേറെ ഒരു കറക്റ്റാണ് ബാക്കിയല്ല. വലിയ ഉപകാരം. ആ ശരി ശരി, ഓക്കെ. വെടിക്കെട്ടപ്പോ ഗംഭീര വെടിക്കെട്ടായിരിക്കും. അപ്പൊ പറഞ്ഞു. അത് മാത്രമല്ല വലിയൊരു സന്തോഷവും കൂടിയുണ്ട്. കാരണം ഈ വേദിയിൽ വന്നിരുന്നപ്പോ അല്ലെങ്കിൽ വന്നപ്പോ ഏറ്റവും വലിയ സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മുമ്പില് ആ. ഏറ്റവും ഫ്രണ്ടിൽ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ഞാനും വിഷ്ണു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഞങ്ങൾക്ക് സ്വന്തം മലയാള സിനിമയിൽ ഒരു ചേട്ടൻ എന്ന് സ്വന്തമായിട്ട് വിളിക്കാവുന്ന ജോണി ചേട്ടൻ. ഞങ്ങളുടെ അതെ. സ്വന്തം. ആ. പിന്നെ പറക്കം തെളിക മുതൽ കാണുന്ന ചേച്ചി, അത് ഭയങ്കര ഫാനാണ്. ഞാൻ വന്നപ്പോഴേ പറഞ്ഞില്ലേ. അപ്പൊ ജോണി ചേട്ടൻ ഏറ്റവും കൂടുതൽ പിന്നെ ഒരു മിനിറ്റ് ആ. പ്രായത്തിന്റെ സർട്ടിഫിക്കറ്റ് കാണിക്കാതെ ചേച്ചി എന്നൊന്നും വിളിക്കരുത്, ഇഷ്ടപ്പെടില്ല. ഈ ജോണി ചേട്ടന് ഒരു വിചാരമുണ്ട്. ഇവിടെ വരുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പറയും ആ പറക്കുന്നളികയിൽ കണ്ട ആ ഒരു 16-കാരിയുടെ ഇതായിരിക്കോ ഇപ്പൊ എനിക്ക്. പക്ഷെ നരിമാലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആണോ? നരിമാല അഭിനയിച്ചിട്ടില്ലേ? ഉവ്വ്. ആ, അവിടെ നിന്നു. ഇനി ബാക്കി പറയാം. പിന്നെ ഇപ്പൊ ഈ വേദിയിൽ മാത്രമല്ല, ഇപ്പൊ ഇവിടെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് എല്ലാവരും ഇരിക്കുന്ന ഇപ്പൊ സാഹിച്ചേട്ടനാണെങ്കിലും ഞങ്ങള് ഒരേ രക്തമാണ്. ഞങ്ങളുടെ രക്തം എന്ന് പറഞ്ഞാൽ മിമിക്രി എന്ന് പറയുന്ന രക്തത്തിൽപ്പെട്ട ആൾക്കാർ. ജോബി ചേട്ടൻ, പിന്നെ എനിക്ക് ഞാൻ ഭയങ്കര ഫാനാണ് ഇദ്ദേഹത്തിന്റെ. ഔചിത്യമുള്ള ഒരു ആസ്ട്രോളജിസ്റ്റ് ആണ്. അങ്ങനെ 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 ഒരുപാട് പല പല മുഖങ്ങൾ. എൻ്റെ അനിയനെ പോലത്തെ ഞങ്ങൾ പണ്ട് തുടങ്ങിയുള്ള കമ്പനിയുള്ള ആൾക്കാർ. അങ്ങനെ ഒരുപാട് 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 പരിചയമുള്ള മുഖങ്ങളുള്ള ഈ ബാക്കിയുള്ളവരൊന്നും അത്ര പിടികിട്ടിയില്ലെന്ന് തോന്നുന്നു. വന്നല്ലേ ഉള്ളൂ, പരിചയപ്പെട്ടോളാം. അതെ അതെ, കുറച്ചു നേരം ഇവിടെ നിന്ന് അമേരിക്കക്കാരുണ്ട് എല്ലാവരും മനസ്സിലാവും. അല്ല, അപ്പൊ ഞങ്ങൾ പറഞ്ഞതിന്റെ കാര്യം, ഇപ്പോൾ ഞങ്ങളിവിടെ വന്നതിലുപരിയായിട്ട് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ നമ്മളൊരു എന്താ പറയുക പരിചയമുള്ള ഒരുപാട് ആളുകളെ കാണാനും അതിനുള്ള ഒരു സന്തോഷം പറഞ്ഞാണ്. അപ്പൊ പറയൂ, എന്താണ് വെടിക്കെട്ട് തിയേറ്ററിലേക്ക് എത്തുന്ന സമയത്തുള്ള ഒരു എക്സൈറ്റ്മെന്റ്? വലിയ സന്തോഷമുണ്ട്, അതുപോലെ വലിയ പ്രതീക്ഷയുണ്ട്. ഉം. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്റ്റെപ്പാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു എന്ന് പറയുന്നത്. അതെ. അപ്പോൾ അത് ഞങ്ങൾക്ക് പല പല സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്.
കൂടെ 200ഓളം പുതുമുഖങ്ങളാണ് ഞങ്ങളുടെ സിനിമയിലുള്ളത്. ഓ അതുപോലെ 3 പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സ്, 3 പുതിയ എഴുത്തുകാർ, പാട്ടിലെഴുത്തുകാർ, പുതിയ മേക്കപ്പ് മാൻ, അങ്ങനെ ഒരുപാട് പല മേഖലകളിലും പുതിയ ആളുകളെ കൊണ്ട് സമ്പന്നമാണ് ഈ സിനിമ. അതാണ് വെടിക്കെട്ടിന്റെ ഏറ്റവും വലിയ ഞങ്ങൾക്ക് എന്നാൽ ഇത്രയും പേരുടെ പ്രാർത്ഥന ഉണ്ടാവുമല്ലോ ആ സിനിമയ്ക്ക്. തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും. ഭയങ്കര മൂവ് ആയി പോയട്ടോ. ഇത്രയും പേരുടെ ആദ്യത്തേതാവുമ്പോ അവരൊക്കെ കുത്തിപ്പായിരുന്നു അല്ല പ്രാർത്ഥന. അതിന്റെ ഒരു ഫ്രഷ്നസ് എന്തായാലും ഉണ്ടാവും. പിന്നെ എനിക്ക് തോന്നുന്നു ഈ സി കേരളത്തിന് ഏറ്റവും കൂട്ടിയത് ഇപ്പൊ നമ്മൾ ആദ്യം ഒരു പ്രോഗ്രാം കഴിഞ്ഞു, അത് കഴിഞ്ഞ് വെടിക്കെട്ട്, നല്ലൊരു പാട്ട്, പ്രത്യേകിച്ച് നിങ്ങള്. എനിക്ക് തോന്നുന്നു ഈ വർഷം മിക്കവാറും എല്ലാവർക്കും നന്നാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അടിപൊളി. കാരണം ഭയങ്കര വർണ്ണ അല്ലെ വിസ്മയങ്ങളായിരുന്നു ഇവിടെ നടന്നത്. ജോണി ചേട്ടാ, ഇതിൽ വേറെ സത്യവും കൂടെ ഉണ്ടേ. കാരണം ഇവര് വിഷ്ണു വിപിനും പടം ചെയ്തപ്പോഴത്തേക്ക് മിമിക്രിക്കാർക്ക് ഒത്തിരി പേർക്ക് ആ പടത്തിൽ നല്ല വേഷങ്ങൾ കൊടുത്ത് നല്ല രീതിയിൽ, കാരണം ഇതിൽ മിമിക്രിക്കാർക്ക് വേഷങ്ങൾ കൊടുക്കുന്ന സിനിമകളൊക്കെ ഉണ്ട്. അത് ഒരു പോപ്പുലർ ആയ മിമിക്രിക്കാർക്കാണ് സാധാരണ സിനിമയിലും. പക്ഷെ ഇത് വിഷ്വലിൽ അധികം വരാത്ത നല്ല കഴിവുള്ള കലാകാരന്മാരെ തിരഞ്ഞെടുത്ത് അവർക്ക് നല്ല വേഷം കൊടുത്തേക്കണം. അല്ല എന്നിരുന്നാലേ ആ ഒരു മനസ്സ് കാണിക്കാൻ വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ. ഇത്രയും അത് ചെറിയ ആർട്ടിസ്റ്റുകളിട്ടുണ്ട്, അതെല്ലാം വലിയ കാര്യം. അതിൻ്റെ ഒരു ഗുണവും എല്ലാം ഉണ്ടാവും, പടം ഗംഭീരാവും. അല്ല, സാഹചേട്ടൻ ഇപ്പോൾ പറഞ്ഞതിൽ ഒരു വലിയൊരു പോസിറ്റീവ് കാര്യമുണ്ട്. കാരണം വലിയ ആർട്ടിസ്റ്റുകൾ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, അത് തന്നെ എന്നോട് ഒരുപാട് പേര് പരാതിയായിട്ടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സാജു ചേട്ടനാണ് ഇങ്ങനെ ചിന്തിച്ചത്. ഏത് ഒരുപാട് അറിയാത്ത ആളുകളും ഇല്ലേ ബിബി, അവർക്ക് കൂടി കൊടുക്കുക, അതൊരു പോസിറ്റീവ് ചിന്ത. ഞാൻ എപ്പോഴും ചിന്തിക്കണം അങ്ങനെ. കാരണം എനിക്കൊരു വഴി ദൈവം കാണിച്ചു തന്നു. ഇനിയിപ്പോൾ നമ്മളിലൂടെ നമ്മുടെ താഴെയുള്ള ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും വരാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ കയറ്റിക്കൊണ്ട് നമ്മൾ വഴിമാറി കൊടുക്കേണ്ട സ്ഥലമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വഴിമാറി കൊടുക്കുക. നല്ല കലാകാരന്മാർ വന്ന് കയറണമെങ്കിൽ അത് നമ്മുടെ ഒരു ബാധ്യതയാണ്, നമ്മുടെ ഉത്തരവാദിത്വം അത്. അപ്പൊ ഒരുപാട് സന്തോഷം നിങ്ങൾ ഈ ഫ്ലോറിലേക്ക് എത്തിയതിൽ. അപ്പൊ ഇന്ന് മൊത്തത്തിൽ നമ്മളിവിടെ കുറെ വില്ലേജിലെ ഓർമ്മകളും ഒക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഈ ഫ്ലോറിൽ നിന്ന് കിട്ടാൻ വഴിയുണ്ട്. അപ്പൊ ഇടയ്ക്ക് നമുക്ക് സിനിമയുടെ വിശേഷങ്ങളും തീർച്ചയായിട്ടും പറഞ്ഞു പോവാം. തീർച്ചയായിട്ടും ഞങ്ങളുടെ സിനിമയും അങ്ങനെയാണ്, ഒരു നാടൻ അതാ പരിപാടിയാണ്. പേര് കേൾക്കുമ്പോ തന്നെ ഒരു ഫീൽ ഉണ്ട്. അതെ. സോ നമ്മളൊരു വെടിക്കെട്ട് ന്യൂ ഇയർ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വൺസ് അഗൈൻ വെൽക്കം ടു അവർ ഷോ. ഞാനും എന്റെ ആളും. ഇനി നിങ്ങളുടെ ആൾക്കാരെ കുറിച്ച് നമ്മൾ ചോദിക്കാൻ വരുന്നുണ്ട്. ഒരു ഗ്യാപ്പ് വേണ്ട, അതുവരെ നമ്മുടെ ഗസ്റ്റ് സീറ്റിലേക്ക് ഇരിക്കാം. താങ്ക് യു. നമ്മൾ ഇനി ഒരു ഗെയിമിലേക്കാണ് പോകുന്നത്. സാധാരണയായിട്ട് ഓണക്കാലത്താണ് നമ്മുടെ നാട്ടിൽ ഇത്തരം കളികൾ കണ്ടുവരാറുള്ളത്. പക്ഷെ ഒരു വെറൈറ്റിക്ക് നമ്മൾ ന്യൂ ഇയർ ആയാലും ക്രിസ്മസ് ആയാലും ഒക്കെ ഈ ഗെയിം കളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഗെയിമിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിന്റെ പേരാണ് ഉറിയടി. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഇത് എന്താണ്, ഇത് അറിയില്ലാത്തോണ്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഉറിയടി എന്താണല്ലോ അല്ലേ? ഇത് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും ചേട്ടാ. കാരണം വെച്ചാല് ഭാര്യയും ഭർത്താവും കൂടെ വേദിയിലേക്ക് വരിക, ഭാര്യയുടെ കണ്ണ് കെട്ടിയിട്ടുണ്ടാവും, ഭാര്യയെ ഭർത്താവ് എടുത്തുയർത്തിയാണ് ഈ ഉറി അടിപ്പിക്കുന്നത്. എങ്ങനെയുണ്ട്? വെറൈറ്റി അല്ലേ? എന്റെ കാല് വയ്യാത്തോണ്ട് ഏതെങ്കിലും കനം കുറഞ്ഞ ഭാര്യനെ എടുത്താൽ മതിയാ. അത് നടക്കൂല. സ്വന്തം ഭാര്യയെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും ഈ അവസരം കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഇങ്ങനെ ഭാര്യയെ എടുത്തുയർത്തി ഈ ഉറി അടിച്ച് പൊട്ടിച്ച് സമ്മാനം മേടിക്കാൻ, അല്ല സമ്മാനമൊന്നുമില്ല, പക്ഷെ കയ്യടി മേടിക്കാനുള്ള അവസരം കിട്ടാൻ പോകുന്ന നമ്മുടെ ദമ്പതികൾ എന്ന് പറയുന്നത് സ്റ്റെബിൻ ആൻഡ് വിനീഷ, ദർശന ആൻഡ് അനൂപ്. ആവേശോജ്വലമായ ഒരു ഉറിയടി മത്സരമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അനൂപേ, സ്റ്റെബിൻ. അല്ല, ഇത് എല്ലാ തവണയും മത്സരിച്ച് ഞാൻ തന്നെയാണ് ജയിക്കാറ്. അതുകൊണ്ട് ഇത്തവണ അനൂപ് ജയിക്കട്ടെ എന്ന് വേണ്ട, ആ നമ്പർ ഇവിടെ നടക്കൂല. ഈ തവണ നിങ്ങൾ ജയിച്ചാൽ മതി. ഞാനേ പലപ്പോഴും അവരോട് പറയാറുണ്ട്, കുറച്ച് ഭക്ഷണം കഴിക്കും, കുറച്ച് ഭക്ഷണം കഴിക്കും. ഓക്കെ, അപ്പൊ തുടങ്ങല്ലേ? അപ്പം ആദ്യം കണ്ണ് കെട്ടി കൊടുക്കാം. അപ്പൊ കണ്ണ് കെട്ടി അവർ റെഡി ആയിട്ടുണ്ട്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട് നൗ. പൊക്കിക്കോ. Come on, Vinisha. ഹെൽമെറ്റ് കൊടുക്കണ്ടായിരുന്നു.
ആ. ഏയ്, കള്ളക്കളി 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 അങ്ങനെ ചെയ്യാൻ പാടില്ല. സ്റ്റെബിൻ അങ്ങനെ ചെയ്യല്ലേ. അടി തമ്മിലടി. അടി 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 കൊടുത്തോ അടി. Yes. ആ. അവിടെ അനൂപിന്റെ തലയാണ് തല്ലി പൊളിക്കുന്നത്. സെബിൻ സെബിൻ എടുക്ക്. സമയമുണ്ട് സമയമുണ്ട്. Yes. സമയം കുറഞ്ഞോണ്ടിരിക്കാണ്. ആരാണ് കൂടുതൽ പഠിക്കുന്നതെന്നുള്ളതാണ്. സ്റ്റെബിൻ. ആ yes yes yes. ആ പൊളി പൊളി പൊളി. ഫിനിഷ. Come on. അനുവേ come on. പൊളിച്ച് പൊളിച്ച് പൊളിച്ച്. സൂപ്പർ. അനുവേ ഒരു ട്രൈയും കൂടെ. അത് രണ്ടെണ്ണം. ഏത് വേണമെങ്കിലും ഇങ്ങോട്ട് വേണമെങ്കിലും വരാട്ടോ. ഒരെണ്ണത്തിന് കരിങ്കല്ലാണ്. Last chance ആണ്. ഓ. ആ. ഓ, ദർശന come on. ഓ. പൊളിച്ച് പൊളിച്ച് പൊളിച്ച്. സെബിനെ പത്ത് പക്കാൻ. കൊടുത്തേ. സെബിനെ രണ്ടെണ്ണേ ഉള്ളൂ. ക്ലിയർ ആയി. ഒരെണ്ണം ഉള്ളൂ. സ്റ്റെബിൻ. Last ഒരു try കൂടെ. ഓ, ഒന്ന് കൈയടിച്ച് പോട്ടെ. ആ. എടാ 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 എന്നതാണ് ഈ കാണിക്കുന്നത്? കഴിഞ്ഞില്ലേ? സെബിന് ഒരു കലം വെള്ളം കൊടുക്ക്. അങ്ങനെ ആവേശോജ്വലമായ ഒരു കലം തല്ലി പൊട്ടിക്കൽ അല്ലെങ്കിൽ ഉറിയടി പരിപാടിക്ക് ശേഷം എങ്ങനെയുണ്ടായിരുന്നു വിനിഷ? വളരെ നന്നായിരുന്നു. ആണോ? ഇനി പറ്റാനൊന്നുമില്ല. വിനിഷയുടെ കയ്യിൽ ചെറുതായിട്ട് അതിന്റെ ഒരു കഷ്ണം കൊണ്ടുവരുന്നുണ്ട്. എന്റെ തലയിലും. നിത്യ എങ്ങനെയുണ്ടായിരുന്നു? അനൂപേ, ദർശനെ താഴെ ഇറക്കി വെച്ചപ്പോ ജീവിതഭാരം ഇറക്കി വെച്ച ഒരു ആ ഒരു ഫീൽ എനിക്ക് ഇവിടുന്ന് ഫീൽ ചെയ്തു. കറക്റ്റ് ആണോ? ജോണി ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ദമ്പതികളുടെ പെർഫോമൻസ്? നല്ല ആചാരങ്ങളാ. നന്നായിരുന്നു. ഈ പറഞ്ഞ പോലെ ഈ എന്നാ പറയണ്ട, ഒരുവിധം ഇപ്പോഴൊക്കെ ഇത് പറ്റൂ. എന്ന് വെച്ചാ എക്സ്പ്ലെയിൻ. അങ്ങനല്ല, ഭാരം കുറച്ചുകൂടെ കഴിയുമ്പോ കൂടും. ആ. അപ്പൊ ഈ ആർക്ക്? വൈഫിന് ആരെയാണോ ചുമക്കുന്നത് ആ. അതിന് ഭാരം കൂടിയാൽ നമുക്ക് താങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പോ എപ്പോഴും നിങ്ങൾ ഭാരം അധികം വെക്കാതെയും നിങ്ങൾക്ക് ചുമക്കാനുമുള്ള ത്രാണിയും എന്നും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ദൈവം തരട്ടെ. ആശംസിക്കുന്നു. വേറൊന്നും എനിക്ക് പറയാനില്ല. അങ്ങനെയല്ല, ചുമക്കാനുള്ള ത്രാണി എന്നൊക്കെ പറയും എന്തോ കുത്തി പറയുന്നു. അല്ല, ഞാൻ പറഞ്ഞറിയോ, ഇവരൊക്കെ സെലിബ്രിറ്റീസ് ആണ്. റിയാലിറ്റി ഷോയ്ക്ക് പോകുമ്പോ ഇതുപോലുള്ള നിങ്ങളെ പോലുള്ള ആളുകളല്ലേ, പുതിയ ഇങ്ങനത്തെ പരിപാടികൾ ഉണ്ടാവും. ഇത് ആദ്യത്തെ അപ്പൊ അവിടെ ഒരിക്കലും പരാജയം നേരിടരുത്. അതെ. അല്ല, സാജു ചേട്ടൻ എന്താണ് പങ്കെടുക്കാൻ? ഞാൻ സാജുചേട്ടൻ നമ്മൾ വേറെ സാജുചേട്ടൻ വെറുതെ നിങ്ങൾ കപ്പങ്ങ തോണ്ടല്ലോ അല്ല തോണ്ടായിരുന്നു. അടുത്ത അതല്ല ബിബിനെ, അടുത്ത നാക്കില് ശൂലം തറക്കണതാ. ബിബിൻ എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? ഒരു കുടുംബം തട്ടി മുട്ടി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആ. ഇത് ചവിട്ടി പൊട്ടി ചൂറി അടിച്ച് നല്ല രസമുണ്ടായിരുന്നു. ക്യാമറ കുറച്ചുകൂടെ വന്നാന്ന് ക്യാമറ പൊട്ടിയേനെ. ആ. ശരിക്കും കുറെ കഴിഞ്ഞപ്പോ കഥച്ചാ ആദ്യമേ തന്നെ കഥച്ചു. നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ക്യാമറയുടെ ഇത് അല്ലാണ്ട് എടുത്ത് പൊക്കി നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല അങ്ങനെ ഒന്നും പൊക്കിയിട്ടില്ല. എന്താ ഞാനോ? ആദ്യമേ ഒറ്റ പൊക്കലേ പൊക്കെയുള്ളൂ വീട്ടിൽ നിന്ന്. ചില പടങ്ങളിലൊക്കെ ആ. ചെറിയ തോട് കടന്നു പോകുമ്പോ പ്രഗ്നന്റ് ആന്ന് പറയുമ്പോ അങ്ങനൊക്കെ അങ്ങനെ വല്ല അതെ, സംഭവിച്ചിട്ടുണ്ടോ? എനിക്ക് ശരിക്കും ചോദിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ ഭാര്യ ഇതുപോലെ എടുത്ത് കറക്കിയിട്ടുണ്ടോ? സിനിമയെ കാണാൻ ഈ ചില സംവിധായകർ ഇതുപോലെ കുറെ ക്ലീഷേഴ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പല പുരുഷന്മാരും. ഭാഗ്യത്തിന് എന്റെ പടത്തിൽ ആരും ഗർഭിണി ആയിട്ടുമില്ല. അങ്ങനെ പൊക്കിക്കൊണ്ട് പോകണ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അതല്ല, ജീവിതത്തിലെ വെച്ച് നിങ്ങൾ ഗർഭിണിയാക്കിയിട്ടുണ്ടല്ലോ. അതൊക്കെ അയ്യോ ഭാര്യനെ എടുത്തു പറയൂ. ഈ വർഷം ഇത് ഇങ്ങനെ അവസാനിച്ചെന്ന് കൂട്ടിയാൽ അല്ല, ഞാൻ തീരുമാനിച്ചത് ആരാണ് എന്റെ അടുത്തിരിക്കുന്നത് വളരെ വളരെ സൂക്ഷിക്കേണ്ട ആളാ. വിഷ്ണു ഇത് കണ്ടിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. വിഷ്ണു, ഞാൻ എന്റെ ഭാര്യ ഇതേപോലെ എടുത്ത് പൊക്കിയിട്ടുണ്ട്, ആ പൊക്കാറുണ്ട് ഇടക്ക്. അടിപൊളി, സൂപ്പർ. അവള് പൊക്കാറുണ്ടോ മൊബൈലൊക്കെ നോക്കിട്ട്?
പലവട്ടം. ഒരു സന്ദർഭം പറ. അത് ഈ സിനിമയെ കാണുന്ന പോലെ പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോഴൊന്നും അല്ല. ആ. അത് പ്രഗ്നന്റ് ആണെന്ന് ഇപ്പൊ സിനിമയില് പെട്ടെന്ന് പറയുമ്പോ ഒന്നും അറിയാത്ത പോലെ ആണോ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്ക് ഭയങ്കര എടുത്ത് പൊക്കലും കറങ്ങലും ഒക്കെ ആയിരിക്കും. ആ. യഥാർത്ഥ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ അല്ലല്ലോ. അല്ല. ഇത് പല ചർച്ചകൾക്ക് ശേഷം ഡോക്ടറെ കണ്ട് കൺഫേം ഇതെല്ലാം നമ്മൾ ഒരുമിച്ചായിരിക്കുമല്ലോ. അതെ അതെ. അപ്പൊ പിന്നെ പെട്ടെന്നൊരു എക്സൈറ്റ്മെന്റും എടുത്ത് പൊക്കലും ജീവിതത്തിൽ ആരും ഈ ഒരു സന്ദർഭം പറ. അല്ല എനിക്ക് മനസ്സിലായി വിഷ്ണു പോക്കുന്ന എങ്ങനെയാന്ന്. ആ. ഡേയ്! ഏയ്, വിഷ്ണു അങ്ങനെ ചെയ്യണ ആളല്ല അല്ലേ വിഷ്ണു? ആ പാവം. വെറുതെ ഇരുത്തിക്കൊണ്ട് അല്ല, അപമാനിക്കല്ലേ. ഞാൻ ഗാർഹിക ഇങ്ങനെ തന്നെ പീഡനമൊക്കെയാണ് കേട്ടോ. അങ്ങനൊന്നും പറഞ്ഞൂടാ. No. അല്ല അശ്വതി, ഞാൻ ഇതുപോലെ തന്നെ എടുത്ത് പൊക്കാറുണ്ട് എന്റെ ഭാര്യ. പക്ഷെ ഇവര് എത്രയോ നേരം ഇതേപോലെ ചുമന്നുകൊണ്ട് നടന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ അതെ അതെ. അത് വലിയ പാടായിരിക്കുള്ളൂ. അതെന്താ പറയാ, വീട്ടിൽ ക്യാമറ ഇല്ലല്ലോ, അതുകൊണ്ടാ. അല്ല ഇവര് ഭയങ്കര ഹെൽപ്പായിരുന്നു. ഒന്നും കറക്റ്റായിട്ട് കൊള്ളിച്ചില്ല, കൊള്ളിക്കാതെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ല ഇത്രയും പൊട്ടിച്ചില്ല, ഇത് ഭയങ്കര സംഭവമാണ്. അതെ അതെ. അപ്പൊ കലം പൊട്ടിച്ചതിന്റെ കണക്ക് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ സ്റ്റെബിനും വിനീഷയും കൃത്യമായിട്ട് 4 എണ്ണമാണ് പൊട്ടിച്ചത്. 4 കലത്തിന്റെ കാശ് അല്ലെ, കൊടുക്കണം. 4 1, കലം 2, 3, പൊട്ടിച്ചു. 4. നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പൊട്ടിച്ചത് 2 എണ്ണമാണ്. ഇതിപ്പോ എന്റെ മാർക്ക് പോലെ ആയി പോയല്ലോ. ഈ ഭാര്യയെ എടുത്തുയർത്തി ഉറിയടിച്ച് പൊട്ടിക്കുക എന്നുള്ള മത്സരത്തിൽ നിങ്ങൾ വിൻ ചെയ്തിരിക്കുന്നു. ചില്ലിത്തരു മല്ലികയാ ಬಾಣಾಸುರೇರಿ ಮ್ಯಾಲೆ ಅಂದಾದ ಚೆಂದಾದ ಮೈಕಾರ ಮಾದೇವಿಗೆ ಚಿಲ್ಲಿತರು ಮಲ್ಲಿಗಯ ಅಂದಾದ ಚೆಂದಾದ ಮೈಕಾರ ಮಾದೇವಿಗೆ ಚಿಲ್ಲಿತರು ಮಲ್ಲಿಗಯ ಚಿಲ್ಲಿತರು ಮಲ್ಲಿಗಯ ಬಾಣಾಸುರೇರಿ ಮ್ಯಾಲೆ ಅಂದಾದ ಚೆಂದಾದ ಮೈಕಾರ ಮಾದೇವಿಗೆ ಚಿಲ್ಲಿತರು ಮಲ್ಲಿಗಯ ಆಹಾ ಚಿಲ್ಲಿತರು ಮಲ್ಲಿಗಯ ಮಾದಪ್ಪ ಬರುವಾಗ ಬಾಳಪ್ಪ ಗಮ್ಮಂದಿರೋ ಮಾದಪ್ಪ ಬರುವಾಗ ಬಾಳಪ್ಪ ಗಮ್ಮಂದಿರೋ ಬಾಳದಲ್ಲಿ ಗರಿಕೆ ಜಗುರಾವೋ ಮಾದೇವಿ ಚಿಲ್ಲಿತರು ಮಲ್ಲಿಗಯ ಬಾಳದಲ್ಲಿ ಗರಿಕೆ ಜಗುರಾವೆ ಮಾದೇವಿ ಚಿಲ್ಲಿತರು ಮಲ್ಲಿಗಯ ಮಲ್ಲಿ ಹೂವಿನ ಮಂಚ ಹೊರಗಾದ ಮೇಲುದುಪು ಮಲ್ಲಿ ಹೂವಿನ ಮಂಚ ಹೊರಗಾದ ಮೇಲುದುಪು ತಾವರಿ ಹೂ ತಲದಿಂಬು ಮಾದೇವಿ ಚಿಲ್ಲಿತರು ಮಲ್ಲಿಗೆಯ ತಾವರಿ ಹೂ ತಲದಿಂಬು ಮಾದೇವಿ ಚಿಲ್ಲಿತರು ಮಲ್ಲಿಗೆಯ ಚಿಲ್ಲಿತರು ಮಲ್ಲಿಗೆಯ ಬಾಣಸುರೇರಿ ನ್ಯಾಲಿ ಅಂದಾದ ಚಿಂದಾದ ಮೈಕಾರ ಮಾದೇವಿಗೆ ಚಿಲ್ಲಿತರು ಮಲ್ಲಿಗೆಯ ಆಹ ಚಿಲ್ಲಿತರು ಮಲ್ಲಿಗೆಯ ಮುತ್ತು ಮುಳುಗಿದ್ದರೇನು ಕತ್ತಾಲೆ ಧಾರೇನು ಮುತ್ತು ಮುಳುಗಿದ್ದರೇನು ಕತ್ತಾಲೆ ಧಾರೇನು ಅಪ್ಪಾನಿನ ಪರುಸೆ ಬರುವೆವು ನಾವು ಚೆಲ್ಲಿತರು ಮಲ್ಲಿಗೆಯ ಅಪ್ಪಾನಿನ ಬರುಸೆ ಬರುವೆವು ನಾವು ಚೆಲ್ಲಿತರು ಮಲ್ಲಿಗೆಯ ಚೆಲ್ಲಿತರು ಮಲ್ಲಿಗೆಯ ಬಾಣಸುರೇರಿ ಮ್ಯಾಲೆ ಅಂದಾದ ಚಿಂದಾದ ಮೈಕಾರ ಮಾದೇವಿಗೆ ಚೆಲ್ಲಿತರು ಮಲ್ಲಿಗೆಯ ಆಹ ಚೆಲ್ಲಿತರು ಮಲ್ಲಿಗೆಯ ಚೆಲ್ಲಿತರು ಮಲ್ಲಿಗೆಯ ಅಂಬಾದಿ ನಿನ ಬರುಸಿ ಚೆಲ್ಲಿತರು ಮಲ್ಲಿಗೆಯ ಇಂಪಾದಿ ನಿನ ಬರುಸಿ ಇಂಪಾದಿ ನಿನ ಬರುಸಿ ಕೌದಲ್ಲಿ ಬಯಲ ಚೆಲ್ಲಿತರು ಮಲ್ಲಿಗೆಯ ಇಂಪಾದಿ ನಿನ ಬರುಸಿ ಕೌದಲ್ಲಿ ಬಯಲ ಚೆಲ್ಲಿತರು ಮಲ್ಲಿಗೆಯ ಚೆಲ್ಲಿತರು ಮಲ್ಲಿಗೆಯ ಬಾಣಸುರೇರಿ ನ್ಯಾಲಿ ಅಂದಾದ ಚಿಂದಾದ ಮೈಕಾರ ಮಾದೇವಿಗೆ ಚೆಲ್ಲಿತರು ಮಲ್ಲಿಗೆಯ ಆಹ ಚೆಲ್ಲಿತರು ಮಲ್ಲಿಗೆಯ ಓಹೋ ಚೆಲ್ಲಿತರು ಮಲ್ಲಿಗೆಯ
പൊളിച്ചടുക്കി വാ. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. ഇവിടെ ഇരുന്നവരിൽ ആരും അല്ലേ, ഒന്ന് ഇളകി പോവാത്ത ആരുമില്ല. നമ്മുടെ നാടിന്റെ ആ ഒരു ഫ്ലേവറും ആ ഒരു സൗണ്ട് ഒക്കെ ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് ഉണ്ടാവുന്ന ഒരു എനർജി അല്ലേ. സോ ദാറ്റ് വാസ് an amazing പെർഫോമൻസ് കരിന്തലക്കൂട്ടം. ഒരു ഗംഭീര കൈയടി കൂടെ കൊടുക്കാം. ജോൺ ചേട്ടാ, എന്തായിരുന്നു ഇത് കണ്ടോണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു അവസ്ഥ? ഞെട്ടിപ്പോയി. ഒരു ന്യൂ ഇയറിന് ഇതിൽ കൂടുതലൊരു പരിപാടി ഇല്ല. അതിനപ്പുറം പുതുവർഷം പിറന്ന പോലെ ഗംഭീരമായിരുന്നു. എല്ലാവരും കേട്ടോ, എന്തൊരു പാട്ടുകാരും അതുപോലെ തന്നെ എൻ്റെ ഒരു വീരമണിമാരുടെ ഒരു പ്രപഞ്ചമായിരുന്നു. Yeah. അതുപോലെ തന്നെ നിങ്ങൾ തെയ്യങ്കാർ, എൻ്റെ പറഞ്ഞ എന്ത് സ്റ്റാമിന വേണം ഇതിന്. ഓ, നമ്മളൊക്കെ ഈ ജന്മത്ത് പറ്റുമോ? നിത്യ എങ്ങനെയുണ്ടായിരുന്നു നിത്യക്ക് ഒരു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. ആ കാലോണ്ട് അങ്ങടും ഇങ്ങടും അത് കളിച്ചില്ല, എന്തൊരു ബുദ്ധിമുട്ടാണ്. നമ്മളാ ജിമ്മിൽ പോകുമ്പോൾ തന്നെ നമ്മളെങ്ങനെയാ കളിക്കുന്നത് നമുക്കറിയാം. പക്ഷെ അത്രയും വെയിറ്റ് എടുത്തിട്ട് ശരിക്കും സീരിയസ്ലി ഗംഭീരമായിട്ടുള്ള ഒരു ഹാർഡ് വർക്ക് അതിന്റെ പുറകിലുണ്ടെന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ടും അവരെ കണ്ടാൽ അറിയാം. പക്ഷെ ഇവരത് കാണുമ്പില്ലേ അങ്ങട് അത് നല്ലതെന്ന് പറയാനുള്ളത് അങ്ങട് മറന്നു പോവാണ് പാടിയ ആൾക്കാര്. നിങ്ങൾ നന്നായിരുന്നു കേട്ടോ. ഗംഭീര പെർഫോമൻസ്. യെസ്, വൺസ് അഗൈൻ ഒരു ഗംഭീര കൈയ്യടി കൊടുക്കാം. ആൻഡ് വിഷ്ണു, ന്യൂ ഇയറിന് ഒരു DJ പാർട്ടിയാണോ നിങ്ങൾ ഇവിടെ എക്സ്പെക്ട് ചെയ്തത്? പക്ഷെ നമ്മുടെ നാടിന്റെ ആൾക്കാരാണ്. അതെ അതെ, അല്ല നമ്മുടെ എന്താ പറയാ ട്രഡീഷണൽ ആയിട്ടുള്ള കലകൾ വെച്ചിട്ട് ന്യൂ ഇയർ ആഘോഷിച്ച് തകർത്ത് കളഞ്ഞു. എന്തായാലും ഗംഭീരം. പാട്ട് കേട്ടപ്പോ തന്നെ നമ്മള് ഫുള്ള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓണായി. അതിന്റെ ഇടയിൽ നിന്ന് ഇവർ ഇരുട്ടത്തുനിന്ന് ഇത് പ്രിപ്പയർ ചെയ്യണേ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ഓർത്തു, ഓ ഇവരെന്താണ് ഇനി ചെയ്യാൻ പോണേ? തിറ അല്ലേ? അതെ അതെ, തിറ വള്ളുവനാട്ടിലെ അനുഷ്ഠാന കലയാണ്. വള്ളുവനാടിന്റെ തെയ്യം. ഇപ്പൊ ഞാൻ നമ്മുടെ സിനിമയില് അതാ ഞാൻ പറഞ്ഞു, ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. തിറ ഞങ്ങൾ തന്നെയായിരുന്നു ഇത്, നമ്മുടെ ടീം തന്നെയായിരുന്നു. ആണോ? അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഗംഭീരമായിരുന്നു കേട്ടാ. അപ്പൊ നിങ്ങൾ ആ ഇരുന്നിട്ടുള്ള സംഭവം ചെയ്തപ്പോഴാണ് ഞാൻ നോക്കിയപ്പോ ജോണിച്ചാറിന് ഇവിടെ നിന്ന് അല്ലേ എല്ലാരും വന്നതും നിന്നതും അല്ല എനിക്കേട്ടാ. അല്ല, ഈ ഇരുന്നിട്ടുള്ള സാധനത്തിൽ ചേട്ടാ കൈയടിച്ച് ഞാൻ ശ്രദ്ധിച്ച്. അല്ല, എന്നാ അറിയാം, നമുക്ക് ഭയങ്കര നമുക്ക് ചെയ്യാൻ പറ്റും. അസലായി. അല്ല, ഇവരായിട്ട് വേറൊരു ബന്ധവും കൂടി ഉണ്ട് ഞങ്ങൾക്ക്. നമ്മളിപ്പോ നമ്മുടെ വെടിക്കെട്ട് സിനിമയുടെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. ഞങ്ങളുടെ പാട്ടിന്റെ ലൈവ് വായിച്ച ആളുകളാണ് ആയിരിക്കുന്നത് പുറകിലേക്കുന്നത്. ചെമ്പട്ടണിഞ്ഞ അമ്മയ്ക്കും കനകാഞ്ചിനി എന്നുള്ള പാട്ടും അങ്ങനെ 3 പാട്ടിന് അവര് ലൈവ് വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ബന്ധവും കൂടി ഉണ്ട്. എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. ഇവര് പറഞ്ഞേക്കുള്ളൊന്നും പറയാനില്ല. അസലായി, ഞെട്ടിച്ചു എന്നത്തെയും പോലെ. പാട്ടുകാരികൾ പ്രത്യേകിച്ച് കേട്ടാ, അവരുടെ എനർജി ഭയങ്കര രസമായിരുന്നു. അടിപൊളി. സോ മലയാളികൾക്കെല്ലാം കുറച്ച് കാലമായിട്ട് വളരെ സുപരിചിതമായ പേരാണ് കരിന്തലക്കൂട്ടം എന്നുള്ള പേര്. അതുകൊണ്ട് നാടൻ പാട്ടിന്റെ പര്യായമായിട്ട് ഇപ്പം നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു പേരെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് നമ്മുടെ നാടിന്റെ ആ ഒരു ഫ്ലേവർ അത് ഒരു ഇന്റർനാഷണലി തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്ന തരത്തിലേക്ക് അതിങ്ങനെ ഉയർന്നു വരുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് നമ്മുടെ സ്റ്റേജിൽ ഇന്നത്തെ നിങ്ങളുടെ ഈ ഒരു പെർഫോമൻസിന് നമ്മുടെ സ്പെഷ്യൽ നന്ദി അറിയിക്കുന്നു. നമുക്കൊരു ഗംഭീര കൈയടി കൂടെ കൊടുക്കാം അല്ലേ? ഇവിടെ വേറെ പാട്ടുകാരുണ്ട് അല്ലേ ബിപിൻ? ഇവരുടെ കൂടെ ഒന്നൊന്ന് കൊഴിപ്പിച്ചിട്ട് നമുക്കൊരു കലാശക്കോട്ട് നടത്തിയാലോ? നമ്മുടെ പാട്ട് തന്നെ പാടാം അല്ലേ? അല്ലേ, എന്ത് പറയണു? ഒന്ന് കൂടെ ഒന്ന് ബാക്ക് ചെയ്ത് കൊടുത്താൽ മതി. വിഷ്ണു ആടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള, കാണുന്നവരെല്ലാരും കണ്ണു വച്ചിടും കരിനീല കണ്ണുകളുള്ളവൾ, നല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകളാ. ആടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള, കാണുന്നവരെല്ലാരും കണ്ണു വച്ചിടും കരിനീല കണ്ണുകളുള്ളവൾ, നല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകളാ. കണ്ടൊരു നാൾ മുതൽ കൺമണി നീ എന്റെ നെഞ്ചിലെ കേറിയില്ലേ, കണ്ടൊരു നാൾ മുതൽ കൺമണി നീ എന്റെ നെഞ്ചിലെ കേറിയില്ലേ, പാടും കിനാവില എന്നും വിരിയുമെൻ പെൺമേഘപ്പൂക്കളല്ലേ, പെണ്ണെ നീ എന്റെ സ്വന്തമല്ലേ. ആടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള, കാണുന്നവരെല്ലാരും കണ്ണുവച്ചിടും കരിനീല കണ്ണുകളുള്ളവർ, നല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകളാ. ചന്ദനഗന്ധം തഴുകിടുമ്പോഴെല്ലാം നിൻവരവായിരുന്നു, ചന്ദനഗന്ധം തഴുകിടുമ്പോഴെല്ലാം നിൻവരവായിരുന്നു, അന്നവള പോലെ അടുക്കുന്ന നേരത്ത് കാർമുകിൽ പോയി മറഞ്ഞു, പെണ്ണ് നാണം കൂടുങ്ങി നിന്നു. കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള, കാണുന്നവരെല്ലാരും കണ്ണു വച്ചിടും കരിനീല കണ്ണുകളുള്ളവർ, നല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുക.
പെണ്ണിവള പാടണ കണ്ടാലും കാണാനഴകുള്ള പെണ്ണിവള കാണുന്നവരെല്ലാരും കണ്ണു വെച്ചിടും കരിനീല കണ്ണുകളുള്ളവൾ നല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകൾ നല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകളാ. Wow. സൂപ്പർ സൂപ്പർ. പൊളിച്ചടുക്കി. സത്യമായിട്ടും പറഞ്ഞാണ്. അയ്യോ ശരിക്കും സത്യമായിട്ടും നമ്മൾ ഈ ഫ്ലോറിൽ സത്യം എടാ, വന്ന് വന്ന് മാത്രമേ ജോണിച്ചേട്ടൻ എന്ത് പറഞ്ഞാലും നിനക്ക് വിശ്വാസമില്ലാണ്ടേ. എനിക്കത് വരണം. എനിക്ക് അത് വരാവൂ. ഓക്കെ, താങ്ക് യു ജോൺ ചേട്ടാ, താങ്ക് യു വെരി മച്ച്. അപ്പൊ താങ്ക് യു സോ മച്ച്. നമുക്ക് സീറ്റിലേക്ക് ഇരിക്കാം. വെടിക്കെട്ടിന്റെ വിശേഷങ്ങൾ നമ്മൾ തുടരുന്നതായിരിക്കും. നമ്മുടെ നാട്ടുമ്പുറത്തെ കാഴ്ചകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഈ മൺപാത്ര നിർമ്മാണമൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും മൺപാത്രം നിർമ്മിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ പണ്ടത് കുറച്ചും കൂടെ കോമൺ ആയിരുന്നു. ഇപ്പൊ മൺപാത്രം നിർമ്മിക്കുന്ന ഗ്രാമങ്ങൾ അല്ലെങ്കിൽ അത് കുലത്തൊഴിലാക്കിയിട്ടുള്ള ഒരുപാട് ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്ന സ്ഥലം, ഇങ്ങനത്തെ വിഷ്വൽസ് ഒക്കെ നമുക്ക് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നാട് അല്ലെങ്കിൽ ഒരു വില്ലേജ് റൗണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത്തരം ചില സംഭവങ്ങൾ നമ്മുടെ ഈ വേദിയിൽ പുനരാവിഷ്കരിക്കാൻ പോവുകയാണ്. അതായത് ഒരു മൺപാത്ര നിർമ്മാണമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഒരു മത്സരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മൾ അതിന് വേണ്ട പ്രോപ്പർട്ടീസ് ഒക്കെ അറേഞ്ച് ചെയ്ത് തരും. മൺപാത്രം നിർമ്മിച്ച് നമ്മളെ വിസ്മയിപ്പിക്കാൻ പോകുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം ജോബി ചേട്ടനും നമ്മുടെ സാജു. മൺപാത്ര നിർമ്മാണം എന്ന് നമ്മൾ പറഞ്ഞെങ്കിലും നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന അതേ ടെക്നിക്സ് അല്ല. ഇപ്പൊ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഒക്കെ വന്നിട്ടുണ്ട്. മിക്സിയാണോ? മിക്സിയിലാണോ മൺപാത്രം ഉണ്ടാക്കുന്നതാ? അല്ല, ഇപ്പൊ ടെക്നോളജി വളർന്നു പറഞ്ഞപ്പോ ആരോടത്ത് ഇനി എന്തായാലും അത് പഠിപ്പിച്ചു തരാനുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. എക്സ്പേർട്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവർ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. അവർ പറഞ്ഞുതരും ബേസിക്കലി എന്താണ് ചെയ്താൽ മതി. പറഞ്ഞു കൊടുക്കണ പോലെ തന്നെ ചെയ്യണ ഒരാള് അതുപോലെ മാത്രം ചെയ്താൽ മതിയോ എന്നൊക്കെ. ഓക്കെ, അപ്പൊ അവര് പ്രോപ്പർട്ടീസും സംഭവങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരും. പിന്നെ നിങ്ങളുടെ ഉള്ളിൽ ആ കലാകാരനെ വലിച്ച് പുറത്തിട്ടിട്ട് വേണം നിങ്ങളത് ചെയ്യാൻ. പ്രോപ്പർട്ടീസ് ഇവിടെ എല്ലാം സെറ്റാണ്. ഇവർക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാക്കി തരിക എന്നുള്ളതാണ്. മൺപാത്രം ആയിരിക്കണം എന്നില്ല, എന്തെങ്കിലും ഒരു ശില്പമോ എന്ത് വേണമെങ്കിലും ആവാം കേട്ടോ. അപ്പൊ നമ്മൾ ഇവരുടെ കഴിവുകൾ കാണാൻ പോവാണ്. Your time starts now. കൊള്ളാലോ പരിപാടി. വേണമെങ്കിൽ ഇവിടെ വന്ന് കാണാം കേട്ടോ. അവിടെ ഇരുന്ന് കാണാൻ പറ്റില്ലെങ്കിൽ ഇവിടെ വന്ന് കാണാം. കൊള്ളാലോ കൊള്ളാലോ. ജോബി ചേട്ടൻ ആദ്യമായിട്ട് ക്ഷമയോട് ഒരു കാര്യം ചെയ്യുന്ന കാണുന്നത്. അല്ലെന്നാണെങ്കിൽ ഇപ്പൊ തന്നെ നല്ല കുഴച്ച് പറിച്ച ഒരു പരുവാക്കിയനെ. രസമുണ്ടല്ലേ? ഓ, ജോബി ചേട്ടൻ ഓർമ്മ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. മേക്കപ്പും കുക്കിങ്ങും മാത്രമല്ല. എന്താ ഉദ്ദേശിക്കണേ? ധൈര്യം. ഉണ്ടാക്കുന്ന കോളാമ്പിയാണോ? ജോബി ചേട്ടൻ അടുത്ത മാത്രം നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ്. ഒരു കുടം അടിപൊളി അടിപൊളി. ആക്ച്വലി ഇതാണ് ഒരു കലാകാരൻ എന്ന് പറയുന്നത്. വൈകിട്ട് ക്ലാസ് ആക്കാം. അയ്യോ പതുക്കെ പതുക്കെ പതുക്കെ. അത് നിൽക്കുന്നില്ല. അത് നിൽക്കുന്നില്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയ ഫീൽ. ചവിട്ടുമ്പോ നിൽക്കുന്നില്ല. എന്റെ മൂടി ഒടിഞ്ഞു പോയതാട്ടോ. മൂടി ഒടിഞ്ഞു പോയതാ. അപ്പൊ ഒരു പൂജയ്ക്ക് ഒരു ഉണ്ടാവില്ലേ, അത് ഒടിഞ്ഞു പോയതാ. നിൽക്കുന്നില്ല.
അടച്ചു കളഞ്ഞു. മൂടി കൊണ്ട് മൂടി എന്താണ് ഞാൻ കളഞ്ഞു. നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോ അതെന്തേ പിള്ളേരപ്പാ മനസ്സിൽ അത് രസമുണ്ടായിരുന്നല്ലോ. ആ, അത് നല്ലതായിരുന്നു. കട്ട് ചെയ്തെടുക്ക്. കട്ട് ചെയ്തെടുക്ക്. ഈ മൺപാത്രം നിർമ്മാണത്തിൽ നമുക്ക് ഇവർക്ക് ആർക്ക് സമ്മാനം കൊടുക്കാം? ഞാൻ 3 ഐറ്റം ഞാൻ ജോബി അടിപൊളി. ചേട്ടന് ജോബി ചേട്ടൻ ജോബി ചേട്ടൻ. കാരണം ജോബി ചേട്ടന്റെ പോക്കാണ് Flower വളരെ rice കൊടുക്കാം. വ്യക്തമായിട്ട് ഉണ്ടാക്കിയത്. ഫുൾക്കേ കൊടുക്ക അല്ല നമ്മളുടെ ജോബി ചേട്ടന്റെ മേക്കപ്പ് കണ്ടു, നമ്മൾ ആളുടെ കുക്കിംഗ് ഇതൊക്കെ കണ്ടു, ആളുടെ സ്കിൽസ് നമ്മൾ അതിലൂടെ നമ്മൾ വില ഇരുത്തരുത് എന്നാണ് തെളിയിച്ചത്. പക്ഷെ ജോബി ചേട്ടാ എന്താ അവിടെ പറ്റിയത്? ക്ലച്ച് അവിടെ ബ്രേക്ക് അവിടെ എന്ത് പറ്റിയത്? അല്ല അത് നിക്കുന്നില്ല. ആരെടുത്തിട്ടോ അത് പൊക്കിക്കൊണ്ടേ അത് ഓപ്പോസിറ്റ് വീഴും അങ്ങോട്ട്. അത് നിങ്ങൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കത് ഓക്കെ, അപ്പൊ കുറച്ചും കൂടി ഷേപ്പിലുള്ള ഒരു പോട്ട് ഉണ്ടാക്കിയത് ജോബി ചേട്ടനാണ്. അപ്പൊ ഈ ഗെയിമിൽ ജോബി ചേട്ടൻ വിൻ ചെയ്തിരിക്കുന്നത്. ജോബി ചേട്ടാ Super. താങ്ക് യു. ഒരു പുതുവർഷത്തിൽ വിജയി അയാളാ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി. താങ്ക് യു. നമുക്ക് പ്രിയപ്പെട്ട ഒരാള് ഇന്ന് ഈ ന്യൂ ഇയർ ആയിട്ട് നമുക്കൊരു സമ്മാനം തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് മറ്റാരും അല്ല, നമ്മുടെ അർജുനാണ്. അർജുൻ ഒരു ഗംഭീര സിംഗർ ആണെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. നമ്മൾ അതിന്റെ ചെറിയ ചെറിയ ഗ്ലിംസ് ഒക്കെ ഇടയ്ക്കൊക്കെ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ ഇന്നാണ് അർജുൻ നമുക്ക് വേണ്ടിയിട്ട് ശരിക്കും ഒരു പാട്ടുകാരനായിട്ട് ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്. അർജുന്റെ കൂടെ അർജുന്റെ വളരെ അടുത്ത സുഹൃത്ത് ഗൗതം ഉണ്ട് അർജുനെ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അവർ ഒരുമിക്കുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ മ്യൂസിക്കൽ പെർഫോമൻസിലേക്ക് என் சுவாச காற்று வரும் பாதை பார்த்து உயிர் தாங்கி நான் இருப்பேன். மலர் கொண்ட பெண்மை மாறாமல் போனால் மலை மீது தீ குளிப்பேன். என் உயிர் போகும் போனாலும் துயரில்லை கண்ணே, அதற்காகவா பாடினேன். வரும் எதிர்காலம் உன் மீது பழி போதும் பெண்ணே, அதற்காகத்தான் வாடினேன். முதலா முடிவா அதை உன் கையில் கொடுத்து விட்டேன். உனக்காக வாழ நினைக்கிறேன், உசுரோட வாசம் பிடிக்கிறேன். புடவா மடிக்கையில் உனைத்தான் மடிக்கிறேன். ஒரு 100 வருஷம் பேச நினைச்சு தோளில் தூங்கிடுவேன். உனக்காக 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 வாழ நினைக்கிறேன், உசுரோட வாசம் பிடிக்கிறேன்.
ധനി ധപ മപദനി ധപ മഗരി ഗമ പദനി സരി മഗരി സനി ധപ മഗരി ഗമ പദ സട്രി ഗമ പനി സട്രി ഗമ പക്കര സരി ഗമ പ ധനി ഗരിനി സരി ഗമ രി ഗമ പ ഗമ പദ മപദനി പ്ലാവില പൊൻതളികയിൽ പാൽ പായസ ചോറുണ്ണുവാൻ പിന്നെയും പൂം പൈതല കൊതിത്തുള്ളി നിൽക്കുവതെന്തിനോ ചെങ്കതളിക്കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവാനിനിയുമീ തൊടികളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണത്തൻ പൊൻതന്തിയിൽ. അർജുൻ പലവട്ടം ഇവിടെ വേദിയിൽ പാടി കേട്ടിട്ടുണ്ട്, പക്ഷെ ഇന്ന് പാടി കേട്ടതിന് ഭയങ്കര ഫീൽ ആയിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു അർജുൻ. ഗൗതം, വണ്ടർഫുൾ ജോബ്. മാധവിയെ ശ്രദ്ധിച്ചായിരുന്നോ അശ്വതി? മാധവിയെ ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ ടെൻഷൻ കാരണം മാധവിയെ നോക്കിയില്ല. ഞാൻ പണ്ട് നമ്മുടെ ഈ ടി വിയിലെ കണ്ടിട്ടുള്ള നേരിട്ട് ഗാനങ്ങളാണ്. ദാസ് സാറ് പാടുമ്പോ, യേശുദാസ് സാറ് പാടുമ്പോ ഈ പ്രഭച്ച് മേഡം ഇങ്ങനെ ഏതാ ഇത്രയും പാട്ട് പാടിയ ആളാണ് എങ്കിലും ഈ പ്രമദവനൊക്കെ പാടുമ്പോ അതൊക്കെ എടുക്കുമ്പോ പുള്ളിക്കാരത്തി ഇങ്ങനെ ഏതാ ഒരു ടെൻഷൻ കാണുമ്പോ അപ്പൊ നമുക്ക് തോന്നും ദൈവമേ ഏതാ ഇത്ര എന്ന് പറഞ്ഞ പോലെ മാധവ് പക്ഷെ അങ്ങനല്ലായിരുന്നു. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്, ഒരു ന്യൂ ഇയർ ട്രീറ്റ് തന്നെ തന്നതിന്. അപ്പൊ പുതുവത്സര ആശംസകൾ. താങ്ക് യു സോ മച്ച്. തിരിച്ചും ചേച്ചി ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.